Good morning, all. ഗുഡ് മോർണിംഗ്. Good morning. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. ന്യൂയോർക്ക് നഗരത്തില് നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പറയാൻ പോണത്. ന്യൂയോർക്ക് നഗരത്തിലെ തണുത്തുറഞ്ഞ തെരുവുകൾ, വായുവിൽ എപ്പോഴും പെയിന്റിങ്ങിന്റെയും പഴയ ക്യാൻവാസുകളുടെയും ഗന്ധം തങ്ങി നിൽക്കുന്ന ഗ്രീൻവിച്ച് വില്ലേജ്. കലയെ പ്രണയിക്കുന്നവരുടെയും സ്വപ്നം കാണുന്നവരുടെയും സ്വന്തം ഇടമായിരുന്നു അത്. 8ാം സ്ട്രീറ്റിലെ ഒരു ചെറിയ കോഫി ഷോപ്പിൽ വെച്ചാണ് സ്യൂവും ജോൺസിയും ആദ്യമായിട്ട് അവർ കണ്ടുമുട്ടുന്നത്. കലയോടും നിറങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളും വളരെ വേഗത്തിൽ അടുത്ത സുഹൃത്തുക്കളാക്കി. അങ്ങനെ ആ വില്ലേജിൽ ഒരു പഴയ കെട്ടിടത്തിന്റെ ഒരു മോളിലത്തെ ഒരു നിലയില് അവര് രണ്ടുപേരും കൂടെ അവരുടെ ഒരു കൊച്ചു സ്റ്റുഡിയോ ആരംഭിച്ചു. ക്യാൻവാസിൽ സ്വപ്നങ്ങൾ വരച്ചു ചേർത്ത് അവർ ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ വർണ്ണങ്ങൾ നിറഞ്ഞ അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായാണ് അദൃശ്യനായ വില്ലൻ കടന്നു വന്നത്. ന്യൂമോണിയ. കൊടും തണുപ്പുള്ള ആ കാലത്ത് വില്ലേജിലെ പലരെയും അത് കീഴടക്കി. ഒടുവിൽ ആ രോഗം ജോൺസിയെയും തളർത്തിക്കളഞ്ഞു. കട്ടിലിൽ നിസ്സഹായിയായി അവൾ കിടന്നു. ദിവസവും വന്ന് പരിശോധിക്കുന്ന ഡോക്ടറുടെ മുഖത്ത് ഒരു ദിവസം വലിയ നിരാശയായിരുന്നു. അദ്ദേഹം സ്യൂവിനെ മാറ്റി നിർത്തി പറഞ്ഞു, മരുന്നുകളേക്കാൾ ഇപ്പോൾ അവർക്ക് ആവശ്യം ജീവിക്കണമെന്ന ആഗ്രഹമാണ്. താൻ മരിക്കാൻ പോകുകയാണെന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു. മരണഭയത്താൽ അവൾ മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. ഈ നിരാശ തുടർന്നാൽ ഒരു ഡോക്ടർക്കും അവളെ രക്ഷിക്കാനാകില്ല. അവളിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവിത പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കണം. സ്യൂ പരമാവധി ശ്രമിച്ചു. ജോൺസിയുടെ അരികിലിരുന്ന് അവൾ പഴയ സന്തോഷങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. പുതിയ പെയിന്റിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ ജോൺസിയുടെ കണ്ണുകളിൽ ശൂന്യത മാത്രമായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ചികിത്സക്കായി പണം കണ്ടെത്താൻ ഒരു മാഗസിന് വേണ്ടി ചിത്രങ്ങൾ വരച്ച് പകൽ മുഴുവൻ സ്യൂ കഷ്ടപ്പെട്ടു. അങ്ങനെ പെയിന്റിങ്ങിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ജോൺസിയുടെ മുറിയിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം സ്യൂ കേൾക്കുന്നത്. അവൾ പിന്നോട്ട് അക്കങ്ങൾ എണ്ണുകയായിരുന്നു. 12, 11, 10. സ്യൂ വേഗം ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ഒരു പഴയ ഇഷ്ടിക ചുവരും അതിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഇലകൾ ഏറെക്കുറെ കൊഴിഞ്ഞുപോയ ഒരു വള്ളിപ്പനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ജോൺസി നീ എണ്ണുന്നത്? സ്യൂ ചോദിച്ചു. ക്ഷീണിച്ച ശബ്ദത്തിൽ ജോൺസി പറഞ്ഞു, ആ വള്ളിപ്പനയിലെ ഇലകൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിൽ 100ഓളം ഇലകൾ ഉണ്ടായിരുന്നു. നോക്കൂ, ഒരെണ്ണം കൂടി കൊഴിഞ്ഞു. ഇനി 5 ഇലകൾ മാത്രം അവശേഷിക്കുന്നു. ഓരോ ഇലയും കൊഴിഞ്ഞു വീഴുമ്പോൾ തന്റെ ജീവിതത്തിൽ നിന്ന് ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നി. ആ ജനാലയ്ക്കപ്പുറമുള്ള ശൂന്യത അവളുടെ ഉള്ളിലും പടർന്നിരുന്നു. ജോൺസി തുടർന്നു, അതിലെ അവസാനത്തെ ഇല കൊഴിയുമ്പോൾ ഞാനും ഈ ലോകത്തു നിന്ന് യാത്രയാകും. സ്യൂ ആകെ തകർന്നു പോയി. എന്ത് മണ്ടത്തരമാണിത്? ഡോക്ടർ പറഞ്ഞത് നിന്റെ അസുഖം ഭേദമായി വരുന്നുണ്ടെന്നാണ്. പക്ഷെ ജോൺസി ജനാലയ്ക്ക് പുറത്തേക്ക് തന്നെ നോക്കി കിടന്നു. നീ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട സ്യൂ. ഞാൻ അവസാനത്തെ ഇല കൊഴിയുന്നതും കാത്തിരിക്കുകയാണ്. സ്യൂവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഈ നിരാശ ജോൺസിയുടെ ജീവനെടുക്കുമെന്ന് അവൾ ഭയന്നു. സ്യൂ നേരെ താഴത്തെ നിലയിൽ താമസിക്കുന്ന ബെർമാന്റെ അടുത്തേക്ക് ഓടി. 60 വയസ്സ് കഴിഞ്ഞ ഒരു പരാജയപ്പെട്ട ചിത്രകാരനായിരുന്നു അയാൾ. കഴിഞ്ഞ 40 വർഷമായി താനൊരു മാസ്റ്റർ പീസ് വരയ്ക്കുമെന്ന് അയാൾ എല്ലാവരോടും പറയുമായിരുന്നു. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ചിത്രം അയാൾ പൂർത്തിയാക്കിയിരുന്നില്ല. ജോൺസിയുടെ അവസ്ഥ കേട്ട ബെർമാൻ സ്യൂവിനോടൊപ്പം മുകളിലെത്തി. അപ്പോൾ ജോൺസി ഉറങ്ങായിരുന്നു. സ്യൂ ജനാല തുറന്ന് ആ വള്ളിപ്പന അയാളെ കാണിച്ചു. അതിലപ്പോൾ ഒരൊറ്റ ഇല മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. പുറത്ത് കൊടും കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ബെർമാൻ ജനലിലൂടെ ആ അവസാനത്തെ ഇലയിലേക്ക് ഏറെ നേരം നോക്കി നിന്നു. പിന്നെ കട്ടിലിൽ തളർന്നു കിടക്കുന്ന ജോൺസിയിലേക്കും. ആ നിമിഷം അയാളുടെ മനസ്സിൽ എന്തോ ഒരു വലിയ തീരുമാനം ഉറച്ചിരുന്നു. ഒരക്ഷരം പോലും ഉരിയിടാതെ അയാൾ ആ ഇരുട്ടിലേക്ക് നടന്നിറങ്ങി. അന്ന് രാത്രി നഗരം കണ്ടത് ഭയപ്പെടുത്തുന്ന കാറ്റും മഴയുമായിരുന്നു. ജനലുകൾ കാറ്റിൽ വിറച്ചു. മഴവെള്ളം ഇഷ്ടിക ചുവരുകളെ അതികഠിനമായി പ്രഹരിച്ചു. വൻമരങ്ങളുടെ കൊമ്പുകൾ പോലും ആ കാറ്റിനു മുന്നിൽ നിസ്സഹായമായി വഴങ്ങി. അത്തരമൊരു ഭയാനകമായ രാത്രിയിലായിരുന്നു ബെർമാൻ പുറത്തിറങ്ങിയത്. നേരം പുലർന്നപ്പോൾ ജോൺസി ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു, സ്യൂ, ആ ജനാല തുറക്കൂ. എനിക്ക് ആ അവസാനത്തെ ഇല കൊഴിഞ്ഞു വീണത് കാണണം.
സ്യൂ വിറയ്ക്കുന്ന കൈകളോടെ ജനാല തുറന്നു. എന്നാൽ അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആ കൊടുങ്കാറ്റിലും അതിശൈത്യത്തിലും പതറാതെ ആ ഇഷ്ടിക ചുവരിൽ ആ അവസാനത്തെ ഇല അപ്പോഴും പറ്റിപ്പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ആ കാഴ്ച ജോൺസിയിൽ വല്ലാത്തൊരു തിരിച്ചറിവുണ്ടാക്കി. അവൾ സ്യൂവിനെ നോക്കി പറഞ്ഞു, ആ ചെറിയ ഇലയ്ക്ക് അത്രയും വലിയ കൊടുങ്കാറ്റിനെ പോലും അതിജീവിക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈ രോഗത്തോട് പൊരുതിക്കൂടാ? മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വലിയൊരു തെറ്റാണ് സ്യൂ. എനിക്ക് ജീവിക്കണം. ജോൺസിയുടെ വാക്കുകൾ കേട്ട് സ്യൂ സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അല്പസമയത്തിനകം ഡോക്ടർ എത്തി. ജോൺസിയെ പരിശോധിച്ച ശേഷം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു. ഇനി നല്ല പരിചരണം മാത്രം മതി. സന്തോഷം നിറഞ്ഞ ആ നിമിഷത്തിൽ ഡോക്ടറുടെ മുഖത്ത് ഒരു വല്ലാത്ത വിഷാദം പടർന്നു. അദ്ദേഹം പറഞ്ഞു, പക്ഷെ എനിക്ക് മറ്റൊരു സങ്കടവാർത്ത കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട്. താഴത്തെ നിലയിലെ ബർമാൻ ഇന്ന് രാവിലെ മരിച്ചു. കടുത്ത ന്യൂമോണിയ ആയിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ആ കൊടും തണുപ്പിലും മഴയിലും അയാൾ പുറത്ത് എന്തോ ചെയ്യുകയായിരുന്നു. ഡോക്ടർ ഒന്ന് നിർത്തി. ആ മുറിയിൽ കനത്ത നിശബ്ദത നിറഞ്ഞു. അയാളുടെ കിടക്കയ്ക്ക് അടുത്ത് തന്നെ ഒരു ഏണി ഉണ്ടായിരുന്നു. ഡോക്ടർ പതുക്കെ പറഞ്ഞു, കുറച്ച് പച്ചയും മഞ്ഞയും നിറങ്ങൾ, ഒരു ബ്രഷ്. സ്യൂവിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു. അവൾ പതുക്കെ തിരിഞ്ഞ് ജോൺസിയെ നോക്കി. ജോൺസി അപ്പോൾ ജനാലയിലൂടെ പുറത്തു നോക്കുകയായിരുന്നു. കാറ്റടിച്ചിട്ടും ഒട്ടും അനങ്ങാതെ നിൽക്കുന്ന ആ ഇലയിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി. അതൊരു യഥാർത്ഥ ഇലയായിരുന്നില്ല. കഴിഞ്ഞ 40 വർഷമായി ബർമാൻ സ്വപ്നം കണ്ട ആ മാസ്റ്റർ പീസ് അയാൾ ആ ഇഷ്ടിക ചുവരിൽ വരച്ചു വെച്ചിരുന്നു, സ്വന്തം ജീവൻ പകുത്തു നൽകിക്കൊണ്ട്. ഒ ഹെൻറി എഴുതിയ ദി ലാസ്റ്റ് ലീഫ് എന്ന പ്രശസ്തമായ ഒരു ചെറുകഥയെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സ്റ്റോറിയാണിത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. ഹോപ്പ് ഈസ് എ സർവൈവൽ ഫോഴ്സ്. ജോൺസിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ന്യൂമോണിയ ആയിരുന്നില്ല, മറിച്ച് അവളിലെ പ്രതീക്ഷ ഇല്ലായ്മയായിരുന്നു. മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് വെറും മരുന്നുകളല്ല, നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ്. പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നൊരു ഉറപ്പല്ല, മറിച്ച് പ്രശ്നങ്ങളെ നേരിടാനായിട്ടുള്ള വലിയൊരു കരുത്താണ്. അതുപോലെ ബർമാൻ വർഷങ്ങളായി കാത്തിരുന്ന ആ മാസ്റ്റർ പീസ് ഒടുവിൽ പിറന്നത് ലോക പ്രശസ്തമായ ഒരു ഗാലറിയിലായിരുന്നില്ല, മറിച്ച് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം നൽകിയ ആ പഴയ ഇഷ്ടിക ചുവരിലായിരുന്നു. നമ്മൾ ചെയ്യുന്ന ഏറ്റവും മഹത്തായ കാര്യങ്ങൾ പലപ്പോഴും പ്രശസ്തി നേടുന്നവയാകില്ല, മറിച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നവയായിരിക്കും. അതുപോലെ ചില മനുഷ്യരെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദേശങ്ങളാണ്. ബർമാൻ ജോൺസിക്ക് വലിയ ഉപദേശങ്ങളൊന്നും നൽകിയില്ല, പകരം സ്വന്തം ജീവൻ നൽകിയുള്ള പ്രവൃത്തിയിലൂടെ വലിയൊരു സന്ദേശമായി മാറുകയായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് വാക്കുകളല്ല, ജീവിതങ്ങൾ തന്നെയാണ്. ചില മനുഷ്യർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വലിയൊരു പ്രത്യാശയാകാൻ കൂടിയാണ്. ഈ കഥയിലെ യഥാർത്ഥ മാസ്റ്റർ പീസ് ആ ഇഷ്ടിക ചുവരിൽ വരച്ച ഇല്ലയോ, അതോ മറ്റൊരാൾക്ക് പ്രതീക്ഷ നൽകാൻ സ്വന്തം ജീവൻ പണയം വെച്ച ആ മനുഷ്യന്റെ സ്നേഹമാണ്? നമ്മൾക്ക് ഇതിൽ നിന്നൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടം അയാൾ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, മറ്റൊരാൾക്ക് ജീവിക്കാനുള്ള കാരണം എത്രത്തോളം നൽകി എന്നതിലാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സൈക്കോളജി പറയാം. സൈക്കോളജി ഓഫ് ട്രാൻസെൻഡൻസ്, സ്വയം മറന്നുള്ള സമർപ്പണത്തിന്റെ മനഃശാസ്ത്രം. മനഃശാസ്ത്രജ്ഞനായ എബ്രഹാം മാസ്ലോയുടെ മനുഷ്യ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും മുകളിലുള്ള തലമാണ് സെൽഫ് ട്രാൻസെൻഡൻസ്. മനുഷ്യൻ സ്വന്തം സുഖങ്ങൾക്കും നേട്ടങ്ങൾക്കും അപ്പുറം മറ്റൊരാളുടെ നന്മക്കായി തന്നെ നിസ്വാർത്ഥമായി സമർപ്പിക്കുന്ന ഒരു അവസ്ഥയാണത്. വർഷങ്ങളായിട്ട് ബർമാൻ ഒരു മാസ്റ്റർ പീസ് വരയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പ്രശസ്തിക്കോ അംഗീകാരത്തിനോ വേണ്ടി വരയ്ക്കാൻ ശ്രമിച്ചപ്പോഴൊന്നും അയാൾക്ക് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മരിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകണം എന്ന നിസ്വാർത്ഥമായ ചിന്ത വന്നപ്പോൾ ഏത് കൊടുന്തണുപ്പിനെയും തോൽപ്പിക്കുന്ന വലിയൊരു ഊർജം അയാൾക്ക് ലഭിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ മാസ്റ്റർ പീസ് ആ പഴയ ഇഷ്ടിക ചുവരിൽ അയാളുടെ വിരലുകളിലൂടെ പിറന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ അവന്റെ ഏറ്റവും മികച്ച കഴിവുകൾ പുറത്തെടുക്കുന്നത് അവന് വേണ്ടി മാത്രം ജീവിക്കുമ്പോഴല്ല, മറിച്ച് മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ഈഗോ മറന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്രതീക്ഷിതമായ ഒരു സ്റ്റോറി പറയേണ്ടി വന്നു. സാറ് ജോയിൻ ചെയ്തില്ല ഇതുവരെ.
അൻസാർ സർ, സാറിന്റെ വക വല്ല പെർഫോമൻസ് ഉണ്ടോ? ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നില്ല. പെർഫോമൻസ് എപ്പോഴും ആയിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. എന്തായാലും സജനമേം നിർത്തി വെച്ചോടത്തുനിന്ന് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തില് 6 പില്ലേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്. അതായത് 6 പില്ലറുകള്, 6 തൂണുകള്. അതില് ഒന്നാമത്തെ തൂൺ എന്ന് പറയുന്നത് പീസാണ്, സമാധാനം. നമ്മള് എന്ത് തന്നെ ചെയ്യുന്നതും നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ, ഈ തിരക്ക് കാണിക്കുന്നതും അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം ഈ സമാധാനം എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ സമാധാനം വേണം, സ്വസ്ഥത വേണം, സന്തോഷം വേണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും. അതാണ് നമ്മുടെ ലൈഫിലെ ഒന്നാമത്തെ തൂൺ എന്ന് പറയുന്നത്. രണ്ടാമത്തത് വരുന്നതാണ് നമ്മുടെ ഫാമിലി. നമ്മളെ ഒന്ന് സ്ട്രോങ് ആക്കി നിർത്താനായിട്ട്, നമ്മൾ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മളുടെ ഫാമിലി നമ്മൾ സപ്പോർട്ട് ചെയ്യും. നല്ലൊരു ഫാമിലി ആണെങ്കിൽ അത് നമ്മളൊന്ന് സ്ട്രോങ് ആക്കി നിർത്തും. ഏത് പ്രതിസന്ധിയിലും തളരാതെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മളുടെ ഫാമിലിയാണ്. അതാണ് നമ്മളുടെ രണ്ടാമത്തെ തൂൺ എന്ന് പറയുന്നത്. നമ്മളുടെ മൂന്നാമത്തെ തൂണ് വരുന്നത്, ഞാൻ കുറച്ച് സ്പീഡിൽ പോകണം, നമുക്ക് സമയം വളരെ പരിമിതമാണ്. നമ്മളുടെ മൂന്നാമത്തെ തൂണ് നമ്മളുടെ സുഹൃത്തുക്കളാണ്. നമ്മളുടെ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് തട്ടി ഉണർത്താൻ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോർണിംഗ് സർക്കിളൊക്കെ തന്നെ നമ്മളൊരു വലിയൊരു ഫാമിലിയാണ്, നല്ല സുഹൃത്തുക്കളാണ്. നമ്മളെ തന്നെ പരസ്പരം ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഉണർത്തിക്കൊണ്ട് വരില്ലേ. എല്ലാ ദിവസവും രാവിലെ തന്നെ കണ്ടില്ലേ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റോറികള്, എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങള്, എങ്ങനെ സെൽഫ് ബൂസ്റ്റിംഗ് ഉണ്ടാകും, സെൽഫ് അവയർനെസ് ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ കൊണ്ടുവരണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ ഷെഡ്യൂൾ ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമുക്ക് മോർണിംഗ് സർക്കിളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഈ മോർണിംഗ് സർക്കിൾ കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ ലൈഫ് സക്സസ് ആക്കാനുള്ള സകലം വരുന്നത് നമ്മുടെ മോർണിംഗ് സർക്കിളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോ നമ്മളുടെ മൂന്നാമത്തെ പില്ലറാണ് നമ്മളുടെ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ നാലാമത്തതാണ് നമ്മളുടെ ആരോഗ്യം. നമ്മൾ ആരോഗ്യമില്ലാതെ ഒരു കാര്യവും നടക്കില്ല. ആരോഗ്യം നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷം. ആരോഗ്യം പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോ നമ്മുടെ നാലാമത്തെ പില്ലർ വരുന്നത് ആരോഗ്യം. ഈ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വീക്ഷിക്കുക, നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളിൽ തന്നെ സ്വയം ക്രമീകരണ ശേഷി ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിന് അങ്ങനെയാണ് ദൈവത്തിന്റെ സൃഷ്ടിപ്പ്. ഈ ഒരുപാട് അത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ മനുഷ്യനെന്ന് പറയണത്. മനുഷ്യനും അത്തരം ഒരു സൃഷ്ടിപ്പാണ് ദൈവത്തിന്റെ. അപ്പൊ അതിൽ തന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സാധാരണ ഒരു യന്ത്രത്തോട് ഉപമിച്ചിട്ടല്ല. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമുക്ക് നല്ല വയറുവേദന, തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും നമ്മൾ നേരം വെളുക്കുമ്പോൾ ഒന്ന് കടന്നുറങ്ങി ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാല് അതിന് നല്ലൊരു സമാധാനം കിട്ടാറുണ്ട്. ശരിക്കും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ ബോഡിയെ ദൈവം ക്രമീകരിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ സ്വയം എന്താ അതിനെ നമ്മളുടെ ഓരോ ഇതിനെയും അസുഖങ്ങളെയൊക്കെ ക്ഷമിപ്പിക്കാനും അതിനെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അതിൽ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആരോഗ്യം എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്ന് ശരീരം കൃത്യമായിട്ട് നമ്മളോട് ചോദിക്കും. ആ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശരീരത്തിന് ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കുക. അത്രമാത്രം നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ഉറക്കം വരുമ്പോൾ ഉറങ്ങുക, ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കുക, വിശ്രമിക്കാൻ തോന്നും അപ്പൊ വിശ്രമിക്കുക, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുമ്പോൾ ടോയ്ലറ്റിൽ പോവുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അപ്പോ അതൊക്കെ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ?
ശ്രദ്ധിക്കാതെ വരുന്നതും വൺ ടൈമിൽ കാണില്ല. ഇപ്പൊ കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇപ്പൊ ക്ലിയർ ആയാ? ക്ലിയർ ആണ്. അപ്പോ നമ്മളുടെ 4ാമത്തെ പില്ലറാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ 5ാമത്തതാണ് നമ്മൾ ലൈഫില് പോകാത്തതാണ്. അപ്പൊ ഇതിന് വേണ്ടി നമ്മള് കുറെ അനുമാനിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഫാമിലി ആണെങ്കിൽ തന്നെ അവിടുന്ന് സമ്പത്തില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് നേരെ വന്നിട്ട് ഫാദറിന്റെ അടുത്തല്ലോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തായിരിക്കും വന്ന് പറയാം. അപ്പൊ അവർക്ക് അത് കൊടുക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. അപ്പോ ആ ഡൗൺ ആവാതിരിക്കാനുള്ള ഒരു വെൽത്ത് അതാണ് നമ്മുടെ ലൈഫിലെ 5ാമത്തെ പില്ലർ എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ പില്ലർ നമ്മളുടെ മെയിൻ സ്റ്റോറിയിലേക്ക് ഞാൻ കണക്ട് ചെയ്യിക്കുകയാണ്. നമ്മളുടെ സജനാമ്പ പറഞ്ഞ പോലെ ലൈഫിലെ 6ാമത്തെ പില്ലർ അത് ഹോപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തിനും ഏത് ഡൗൺ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ആ ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു പില്ലർ അത് ഉണ്ട്. അത് നമ്മുടെ കൈ പോകാതെ ആ പില്ലറെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉറപ്പിച്ചു നിർത്തണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഒന്നാമത്തെ ഒരു സമാധാനം. നമ്മൾക്ക് ഒരു അറിയാത്ത ഒരു ഉദാഹരണത്തില് നമ്മളെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ഇൻ കേസ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് റൌസ് സാറിന്റെ കഥ തന്നെ എടുക്കാം. അവരുടെ ഓഫീസിൽ ചെറിയൊരു ഇഷ്യൂ വന്ന സമയത്ത് റൌസ് സാർ അറിയണില്ല, റൌസ് സാറിന്റെ അല്ലാത്തൊരു തെറ്റ്, റൌസ് സാറ് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു തെറ്റ്, മറ്റാരോ ചെയ്ത ഒരു തെറ്റ്, ഓഫീസിൽ വന്ന ഒരു ക്രമക്കേടുകൾ അത് നേരെ റൌസ് സാറിന്റെ തലയിൽ ചാർത്തിയിട്ട് എന്ത് ചെയ്യാണ്, റൌസ് സാറിനെതിരെ കേസൊക്കെ കൊടുത്തു. അവിടുത്തെ ജോലി പോയി, അവിടുത്തെ ആകെ മൊത്തം പ്രശ്നങ്ങളായി, നാണക്കേടായി. അപ്പോ അവിടെ നിന്ന് റൌസ് സാറിന്റെ 1ാമത്തെ പില്ലർ അവിടെ ലോസായി. അതായത് സമാധാനം അവിടെ തന്നെ നശിച്ചു. 2ാമത്തത് അവിടെ ഫാമിലിയാണ്. ഫാമിലി ഇവിടെ ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല, ഇത്രയും കള്ളത്തരം ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് മുഴുവൻ എതിരായി. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ ഫ്രണ്ട്സിന്റെയും ഫാമിലീസിന്റെ ഒക്കെ യഥാർത്ഥ ഒരു ഫേസ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അവിടുന്ന് ആ പില്ലറും പോയി. പിന്നെ ഹെൽത്ത്, ആകെ ടെൻഷൻ അടിച്ച്, നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാല് നമ്മളുടെ ശരീരം തന്നെയാണ് നശിച്ചുകൊണ്ടിരിക്കുക. മൊത്തം മറ്റേ ഒരാള് ചെയ്യണ ഒരു തെറ്റ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, നമുക്ക് ടെൻഷൻ വരിക, നമ്മള് പേടിക്കുക, വിഷമിക്കുക, സങ്കടപ്പെടുക, ഇതിനൊക്കെ നമ്മളുടെ ഹെൽത്തിലാണ് നേരെ ബാധിക്കുക. അപ്പോ നേരെ ഹെൽത്തിനെ അത് ബാധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു കേസിനെതിരെ നമ്മള് ഒരുപാട് അതിനെതിരെ കേസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി, കുറെ സമ്പത്ത് അതിന് വേണ്ടിയിട്ട് ലോസാക്കി. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഈ 5 പില്ലർ പോയാലും ഈ 6ാമത്തെ ഒരു പില്ലർ ഹോപ്പ് അത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ, അതുമ്മലെ പിടിച്ചു നിൽക്കുക. നമ്മളെ സഹായിക്കാന്, നമ്മളുടെ സത്യം തെളിയിക്കാന് അതൊരു ദിവസം വരും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും അത് തെളിയിക്കപ്പെടും. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഹോപ്പ് ഉണ്ടായിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോ ഏതെങ്കിലും ഒരു കാരണത്തില് അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞ സംഭവം, ദൈവമല്ല നമുക്ക് ഹോപ്പ് തരുന്നത്, എല്ലാം തെളിയിക്കുന്നത്, ഏത് പ്രതിസന്ധിയിലും നമ്മളെ തളരാതെ പിടിച്ചു നിർത്തുന്നത് ദൈവം എന്ന് പറയുന്ന അദൃശ്യ ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ആ ഒരു ഹോപ്പിൽ തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്താവും, ഈ പറഞ്ഞ പോലെ എല്ലാ പില്ലറും നശിച്ചാലും ഈ ഹോപ്പ് എന്ന് പറഞ്ഞ സംഭവം ലൈഫിൽ പിടിച്ചു നിർത്തുകയും ഈ എല്ലാ പ്രശ്നങ്ങളെയും അത് പരിഹരിക്കുകയും ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ പില്ലറുകൾ തിരിച്ചു വരികയും ചെയ്യും. ഈ ലോസ് ആയിട്ടുള്ള എല്ലാതും, ഫ്രണ്ട്സും തിരിച്ചു വരും, ഫാമിലിയും തിരിച്ചു വരും, ഹെൽത്തും വെൽത്തും എല്ലാം തിരിച്ചു വരും. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വരികയും ചെയ്യും. അപ്പോ ഇതാണ് നമ്മളുടെ ഈ 6 പില്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് പെട്ടെന്ന് ഒരു മൈൻഡിലുണ്ടായിരുന്ന ഒരു സംഭവം എടുത്തെത്തുന്നുള്ളൂ. അപ്പോ എല്ലാവരും ലൈഫ് എന്ന് പറയുന്നത് അതൊരു ഹോപ്പ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. അതിൽ ഈ എല്ലാം വരണം.
സമാധാനം ഉണ്ടാവണം, നല്ല ഫാമിലി ഉണ്ടാവണം, ബാക്ക് ബോൺ ആയിട്ട് നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടാവണം, ഹെൽത്ത് നോക്കണം, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ ക്ഷേമം, അതുപോലെ തന്നെ ഹോപ്പ്. ഇതെല്ലാം കൂടെ ഒരു കൺട്രോളിൽ കൊണ്ടുപോവുക. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ലൈഫ് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് പോട്ടെ എന്ന് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാനപ്പോ ഈ സെഷൻ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സർ. കുറച്ചു നേരം കൊണ്ടൊരു വലിയ മെസ്സേജ് തന്നെ സർ തന്നു. എനിക്ക് ആ ലാസ്റ്റിൽ പറഞ്ഞ കാര്യം ഭയങ്കര ഇഷ്ടമായി. അത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് അതെല്ലാം നമ്മളെ കൈവിട്ട് പോയിട്ടും നമുക്ക് പ്രതീക്ഷയാണ്. അതാണ് നമ്മളുടെ കൂടെയുള്ള സാധനം എന്ന് പറയുന്നത്. അത് കൈവിടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തും അതിജീവിക്കാം എന്നുള്ളൊരു മെസ്സേജ് രാവിലെ തന്നെ. താങ്ക് യു.